2020 കിഴക്കമ്പലം മോഡൽ ഏറ്റുമാനൂരിൽ നടപ്പാക്കുമെന്ന് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും സിനിമാ താരവുമായ വീണ നായർ. ഏറ്റുമാനൂരിലെ ജനങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും. ഏറെ താല്പര്യത്തോടെയാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയതെന്നും വീണ നായർ ജനം ടിവിയോട് പറഞ്ഞു. ഏറ്റുമാനൂരിലെ NDA സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ഞാൻ ഉള്ളത്. പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത മുഖമാണ്. പ്രേക്ഷകരുടെ ഇഷ്ടതാരം 2020 സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വീണ നായർ. വെള്ളിമുങ്ങയിലെ കഥാപാത്രമൊക്കെയാണ് ചേച്ചിയുടെ മുന്നിലേക്ക് ഇരിക്കുമ്പോൾ ഓർമ്മ വരുന്നത്. ഞാനൊരു സിനിമാ പ്രേമികയുടെയാണ്. എന്താണ് ഏറ്റുമാനൂരിലെ പ്രതീക്ഷകൾ? പ്രചാരണ പരിപാടികളിലേക്കൊക്കെ കടന്നോ? ഞാനിന്ന് രാവിലെ എത്തി ഏറ്റുമാനൂരപ്പനെ തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങി. ഇപ്പൊ നമ്മുടെ ഏറ്റുമാനൂർ 2020 മണ്ഡലം പ്രസിഡന്റ് ബോബൻജോണിന്റെ വീട്ടിലുള്ളത്. ഇനി ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങളും ഓരോ ഇന്നത്തെ കുറെ ചാർട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. മീറ്റിങ്ങുകൾ, ഓരോ പഞ്ചായത്തിൽ പോയിട്ടുള്ള മീറ്റിങ്ങുകൾ, മുനിസിപ്പാലിറ്റിയിലെ മീറ്റിംഗ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ ചെയ്തത് വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ഇനിയുള്ള BJPയുടെ ആണെങ്കിലും RSSന്റെ ആണെങ്കിലും NDAയുടെ ആണെങ്കിലും 2020 വേറെ ഭാരവാഹികളുണ്ട്. എല്ലാവരെയും കാണണം, കണ്ടിട്ട് അവരോട് സംസാരിക്കണം. ഇപ്പൊ തന്നെ വന്ന് ഒരു അമ്പലത്തിൽ തൊഴുതു വന്ന ഒരു അരമണിക്കൂറായിട്ട് ഞങ്ങൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബോബൻജോണ് കൂടുതൽ കുറെ കാര്യങ്ങൾ ഞാനിപ്പം കുറച്ചു നാളായിട്ട് നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നത് ഇവർക്കൊക്കെയാണ്. പ്രത്യേകിച്ച് ചേട്ടനൊക്കെ ഇതിനകത്ത് വളരെ ആക്റ്റീവായിട്ട് 2020 വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസിഡന്റാണ്. ഇവിടുത്തെ എല്ലാ കാര്യത്തിനും മുന്നോട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഇപ്പോ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം ബാക്കി ഇനി വഴിയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് എന്താ എങ്ങനെയാന്നുള്ളതൊക്കെ. ക്ഷേത്രദർശനമൊക്കെ നടത്തിയ സമയത്തൊക്കെ അവിടെയുള്ള ആളുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന പ്രതികരണം എങ്ങനെയാണ്? സ്ഥാനാർത്ഥിയാണ് അവർക്കും ഭയങ്കര, ഇതുവരെ കാണുമ്പോൾ സിനിമയുടെ വിഷയം ചോദിച്ച ആൾക്കാരൊക്കെ ഇപ്പം നേരെ മാറി സ്ഥാനാർത്ഥിയല്ല, ഞങ്ങൾ കണ്ടിരുന്നു, മറ്റേ ഗ്രൂപ്പിൽ വന്നിരുന്നു എന്നൊക്കെ പറയുമ്പം അതൊരു പുതിയ അനുഭവമാണ്. അതിൽ ഒത്തിരി നന്ദിയുണ്ട്. ഭഗവാന്റെ മണ്ണിൽ തന്നെ രാവിലെ അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഒത്തിരി സന്തോഷം. ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ മൊത്തം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സിനിമാ നടി എന്ന നിലയിൽ ജനകീയ മുഖമാണ്. രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ സിനിമയും രാഷ്ട്രീയവും തമ്മിൽ എന്താണ് വ്യത്യാസം തോന്നുന്നത്? അത് ഭയങ്കര വ്യത്യാസമല്ലേ, രണ്ടും രണ്ട് മേഖലയല്ലേ. സിനിമ തന്നെയാണ്. അത് രാവിലെ പോയി നമുക്ക് സ്ക്രിപ്റ്റ് തരുന്നു, നമ്മൾ അഭിനയിക്കുന്നു, തിരിച്ചു വരുന്നു. ഇത് അങ്ങനെ പറ്റത്തില്ലല്ലോ. ഇത് 24 hours നമ്മൾ അവരുടെ ഉണ്ടെന്ന് അവർക്ക് ഉറപ്പ് വേണം. ആ ഉറപ്പ് എങ്ങനെയൊക്കെ കൊടുക്കാവോ അതിനുവേണ്ടിയാണ് 2020 ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ ചേട്ടാ? സ്വന്തം നാടാണ്. സ്വന്തം നാടിന് ഒരു MLA ആയി വരികയാണെങ്കിൽ നൽകുന്ന ഉറപ്പുകൾ എന്തൊക്കെയായിരിക്കും? അതാ മെയിൻ ആയിട്ടുള്ള ഉറപ്പെന്ന് പറയുന്നത് 2020 എന്ന് പറയുന്ന മോഡൽ കിഴക്കമ്പലത്ത് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് സാബു ജേക്കബ് അദ്ദേഹത്തിന്റെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പദ്ധതി ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഏറ്റുമാനൂരുള്ള ഓരോ പഞ്ചായത്തുകളിലും അത് വരുത്തുക. ഏറ്റുമാനൂർ മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തുകളിലും ആ ഒരു പ്രൊജക്ട് കൊണ്ടുവന്നതോടുകൂടി നമുക്കൊക്കെ നോർമലി ഒരു മാസം ജീവിച്ചു പോകണമെങ്കിൽ നല്ല എമൗണ്ട് ആവും അല്ലേ? എല്ലാവർക്കും സിറ്റിയിലൊക്കെ 2500-3000 രൂപ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ പദ്ധതി വരുന്നതോടുകൂടി ഒരു കുടുംബം കഴിഞ്ഞു പോകും. അത് നല്ല രീതിയിൽ. കാരണം ഭക്ഷ്യസുരക്ഷയാണ് അവർ ഉറപ്പ് തരുന്നത്. 50%, 40-50% നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് ഫ്രീ, പകുതി പൈസ കൊടുത്താൽ മതി. 50% പൈസ കൊടുക്കാൻ പറയുമ്പോൾ അത് തന്നെ വലിയ ലാഭമല്ലേ? ലൈഫിൽ ഏറ്റവും എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണം, അവരുടെ വാസസ്ഥാനം, അവർക്ക് കറക്റ്റായിട്ട് യാത്ര ചെയ്യാനുള്ള റോഡ്, അവരുടെ ആരോഗ്യം, ഇതിനൊക്കെയല്ലേ എല്ലാവരും കഷ്ടപ്പെടുന്നത്. ഇതെല്ലാം നമ്മൾ ഉറപ്പായിട്ടും അവർക്ക് ഏറ്റവും നല്ലത് തന്നെ കൊടുക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഒറ്റ കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ, ഒരു വട്ടം നിങ്ങളൊരു അവസരം തരും. 55 വർഷമായിട്ട് പാർട്ടികൾ മാറി മാറി ഭരിച്ചു. ഒരേ ഒരു വട്ടം, ഈ ഒരു വട്ടം മാത്രം നമ്മൾ ചാൻസ് ചോദിക്കുന്നത്. ഒരു വട്ടം നിങ്ങൾ നമ്മുടെ കൂടെ ഒന്ന് നിൽക്ക്. ഈ ഒരു വട്ടം നമ്മൾ ആ മാറ്റം കാണിച്ചു തരും. ഒരു ചാൻസ് തരാനാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഒരേ ഒരു ചാൻസ്. സിനിമ മേഖലയിൽ നിന്നുള്ള സുഹൃത്തുക്കളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അല്ല, എല്ലാരും പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നീ മാക്സിമം നന്നായിട്ട് നീ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ജെന്യുവിനിറ്റി ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് സംഭവിക്കും, അത് നടക്കും. നീ നന്നായിട്ട് മുന്നേണം. എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ എവിടെയാണോ ആ സ്ഥലത്തായ, ഇപ്പൊ ചങ്ങനാശ്ശേരിയിലായിരുന്നപ്പോ അവിടെ നിന്ന് ഇപ്പൊ കോവിഡ് വന്ന സമയത്തായിക്കോട്ടെ, പ്രളയം വന്ന സമയത്തായിക്കോട്ടെ, എന്റെ വീടായിരുന്നു കളക്ഷൻ പോയിന്റ്. ഞാൻ വളരെയധികം ആക്റ്റീവായിട്ടുന്ന വ്യക്തിയാണ്. ആ സമയങ്ങളിലൊന്നും ഒരു പാർട്ടിയുടെയോ പിൻബലം ഇല്ലാതെ ഞാൻ വളരെ കാര്യമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള സംഭവം മൊത്തത്തിൽ മാറ്റിവെച്ച് കൂടെ നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ കോവിഡ് വന്ന സമയത്ത് ഞാൻ ദുബായിലായിരുന്ന സമയത്തും കൂടി ഇവിടെ എന്തൊക്കെ നമ്മുടെ നാട്ടിലും അവിടെയുള്ള ആൾക്കാർക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഫോണിലൂടെ നമ്മൾ അവിടുന്ന് ബോക്സ്, മെഡിസിൻ, അങ്ങനെ എല്ലാത്തിനും നമ്മൾ കൂടെ നിന്നിട്ടുള്ള വ്യക്തിയാണ്. അത് എന്നെ അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മളിതൊന്നും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആഘോഷിച്ചിട്ടില്ല. അത് ഇപ്പോഴും ഈ അടുത്തിടയ്ക്കും കൂടി ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത് ആക്റ്റീവ് ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതൊന്നും. പക്ഷെ ഇനിയിപ്പോ എനിക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇത്രയും നാള് ഞാൻ ചെയ്തത്
പല പല സ്ഥലങ്ങളിൽ നിന്ന സ്ഥലങ്ങളിൽ വെച്ചിട്ടില്ല, ആരെങ്കിലും വിളിച്ചു പറയുമ്പോൾ അവർക്ക് വേണ്ടി ഹോസ്പിറ്റൽ ആവശ്യത്തിന് സപ്പോർട്ട് ചെയ്ത്. പക്ഷെ ഇന്നു മുതൽ അതിനൊക്കെ അപ്പുറം എന്റെ നാട്ടില് ഏറ്റുമാനൂർ മണ്ഡലത്തിലുള്ള ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂടെയുള്ള ഒരാളായിരിക്കും. ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. എന്റെ സിനിമയും എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാം. ഇപ്പം വിചാരിക്കുക എല്ലാവരും ഈ സിനിമയിൽ നിന്ന് വന്നിട്ട് നീ ഇപ്പൊ എന്ത് ചെയ്യാണ്, ഇത് കഴിഞ്ഞിട്ട് അങ്ങ് പോവില്ല. ഇല്ല, ഞാൻ പോവില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ റെക്കോർഡ് സാധനങ്ങളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഇതൊന്നും മാറ്റമല്ല. ഇത് വെറുതെ വെറുമാക്ക് പറയല്ല, ആഗ്രഹിച്ചു വരുന്ന ഒരു മേഖലയാണിത്. എനിക്ക് ജനങ്ങളെ സേവിക്കാനുള്ളത് വളരെയധികം ആഗ്രഹിച്ചു വരുന്നു. ഇന്നലെ അല്ല ഞാൻ എന്റെ കൂട്ടുകാരോടും എല്ലാവരോടും പറഞ്ഞു തുടങ്ങിയത്, ഞാൻ ഇന്നലെ നാളെ രാഷ്ട്രീയത്തിൽ വരും. എനിക്കിഷ്ടമാണ്. കാരണം എന്തിനാ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തുകൂടെ? എന്താണ് ഒരു രാഷ്ട്രീയത്തിന്റെ പിൻബലം എന്ന് പലരും ചോദിക്കാം. അവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു വ്യക്തമായിട്ടൊരു കാരണം ചെയ്യണമെങ്കിൽ എന്റെ വീട്ടിൽ നിന്നെടുത്ത് എനിക്ക് ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് ഒരു സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ NDA പോലെയുള്ള ഒരു വലിയ പ്രസ്ഥാനം ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ഗുണങ്ങള് കേന്ദ്രത്തിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും അവര് ചെയ്യും. അത് മാത്രമല്ല 2020 എന്ന് പറയുന്ന ഒരു വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള പദ്ധതിയും കൂടെ ആയിട്ടാണ് നമ്മൾ വരുന്നത്. അതും ഭയങ്കര, നിങ്ങൾക്ക് എല്ലാവർക്കും 2020യെ പറ്റി അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ഞങ്ങളിത് കറക്റ്റായിട്ട് ഇത് എന്താണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു തരുന്നതായിരിക്കും. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. 2020യെ പറ്റി കറക്റ്റായിട്ട് എന്നിലും വളരെ മനോഹരമായി പറയാനും അതുമായിട്ട് അടുത്ത് നിൽക്കുന്നതും ബോബൻ ചേട്ടനാണ്. ബോബൻ ചേട്ടൻ, എന്താണ് 2020യുടെ പ്രതീക്ഷ? ഏറ്റുമാനൂരുള്ള പ്രതീക്ഷ, ഇപ്പൊ നമുക്ക് നമ്മുടെ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളെയാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം പുള്ളി സിനിമാ ഫീൽഡൊക്കെ വിട്ട് ഇതിന്റെ കൂടെ വന്നെങ്കിൽ അതൊരു വലിയ ലക്ഷ്യമുണ്ട്. പറയുന്ന ഉറപ്പുകൾ, ജനങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പുകൾ, അത് സാധ്യമാകട്ടെ. എല്ലാ വിധത്തിലുള്ള വിജയാശംസകൾ നേരുകയാണ്. വിജയം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.